അപ്പോൾ പ്രാക്ടീസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമസ്കാരം. ഇന്നലെ തൊട്ട് 2 ദിവസമായി തുടങ്ങിയിട്ടല്ലേ? 3 ദിവസമല്ലേ? 28-ാം തീയതി തുടങ്ങിയതാണ്. ആരൊക്കെയാണ് ആർട്ടിസ്റ്റുകൾ നമ്മുടെ ഈ ഗ്രൂപ്പിൽ? ഈ ഗ്രൂപ്പിലോ ആർട്ടിസ്റ്റ് ചാക്കോച്ചനുണ്ട്, ദിലീപേട്ടനുണ്ട്, നിഖിലുണ്ട്, പിന്നെ മമ്മൂക്കയുടെ എൻട്രി ഉണ്ട്, പിന്നെ കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട്, സ്വാസിക, മാളവിക, അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. എല്ലാവരും ഉണ്ടല്ലോ? ഉണ്ട്, ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ട്. അല്ലേ? എത്ര ഡാൻസ്? 4 ഡാൻസ് ഉള്ളത്. 4 ഡാൻസ് ആണുള്ളത് അല്ലേ? അതെ. ഇപ്പോൾ കുറേ ആയി അല്ലേ? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ്. കുറേ ആയി ഫീൽഡിൽ. ഈ ഒരു ഷോ ചെയ്യുമ്പോൾ ഉള്ളൊരു വൈബ് എന്ന് വെച്ചാൽ നമുക്ക് താരസംഘടനയും അതോടൊപ്പം തന്നെ നിർമ്മാതാക്കളും കൈകോർത്തുള്ളൊരു ഖത്തർ ഷോയാണ്. എനർജി അതാണ് ഏറ്റവും, എല്ലാവരും ഭയങ്കര ഒരു ഹാപ്പിനെസ്, അല്ലെങ്കിൽ നമ്മളെ അവരുടെ ഒരു വൈബ് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു സപ്പോർട്ട്, ഭയങ്കരമായിട്ട് സപ്പോർട്ടുണ്ട്. എല്ലാവരും ഉണ്ടല്ലോ പിന്നെ അത്, എല്ലാവരും കാണാൻ വരികയും ഇത് കൂട്ടമായിട്ടുള്ളൊരു പ്രോസസ്സാണ്. എൻ്റെ പാട്ടുകൾ നമ്മളെല്ലാം സെലക്ട് ചെയ്ത് ആർക്ക് ഏതൊക്കെ വേണം, എങ്ങനത്തെ വന്നാൽ ആ സ്റ്റേജിൽ നന്നായിരിക്കുക, അതൊക്കെ നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് അതിന് മാക്സിമം പൊലിപ്പിച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുറേ സിനിമകളായി, കുറേ ഷോകളായി. നമുക്ക് ഈ ഷോ ചെയ്തതിൽ ഏറ്റവും റിസ്കി ഷോ തോന്നിക്കണേ? റിസ്കി ഷോസ് അവാർഡ് നൈറ്റ്സ് ആണ്. അവാർഡ് നൈറ്റ്സിൽ കൂടുതൽ ആൾക്കാരുണ്ടാവും, 50+ ആൾക്കാരൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. ഇതിലത്രയില്ല. സാധാരണ ഓരോ അവാർഡ്സിന് ചാനൽസിൻ്റെ അവാർഡ്സ് ചെയ്യുമ്പോഴേക്കും അല്ലെങ്കിൽ ഐഫ അവാർഡ്സൊക്കെ ചെയ്യുമ്പോഴേക്കും ആൾക്കാർ കൂടുതലായിരിക്കും. അപ്പോൾ 4 ബാച്ചസ് ഉണ്ടാവും. മെയിൻ ബാച്ച്, എ ബാച്ച്, ബി ബാച്ച്, 3, അങ്ങനെ പല ബാച്ച് ഉണ്ടാവും. പിന്നെ പ്രോപ്പർട്ടിക്ക് ഒരു ബാച്ച്, അങ്ങനെ ഭയങ്കര കളർഫുള്ളായിട്ടായിരിക്കും ചെയ്യുന്നത്. അതാണ് 10 മിനിറ്റ്സിൻ്റെ ഒക്കെ ആയിരിക്കും പെർഫോമൻസ് വരുന്നത്. സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്യുമ്പോൾ അങ്ങനെ ആയിരിക്കും. സിനിമ ചെയ്യുമ്പോഴേക്കും വെച്ചാൽ സിനിമയിൽ ഇപ്പോൾ ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ചെയ്ത് പ്രേമലൂല അതാണ്, ഗംഭീരമാണല്ലോ. അതെ. അപ്പോൾ അതിൻ്റെ അത് ആ ഒരു കണ്ടൻറ് ഉണ്ടാവും, അതിനെ പിക്ചറൈസ് ചെയ്യാനും കൂടുതൽ സ്റ്റെപ്സിനുപരി അതെങ്ങനെ ആ മൂവ്മെൻറ്റ്സ് എങ്ങനെ ആൾക്കാർക്കിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്തൊരു ഫൺ ഫാക്ടർ ഉണ്ട്, അത് എത്തിക്കുക എന്നുള്ളതാണ് മെയിൻ സംഭവം. മൂവ്മെൻറ്റ്സ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും, പക്ഷേ ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ആ കറക്റ്റായിട്ട് ആ ഷൂട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഇച്ചിരി പ്രോസസ്സ് വേണം. പിന്നെ അതിന് മുന്നേ ചെയ്ത് നീലവിളിച്ചു ഇതുപോലെ തന്നെ അവർ തമ്മിലുള്ളൊരു ലവ് ആണ് ഇത് കൺവേ ചെയ്യേണ്ടത്. അപ്പോൾ അത് ആ പ്രോസസ്സ് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി. ഇപ്പോൾ ആർട്ടിസ്റ്റിനോട് പറയണം, സ്റ്റെപ്സ് മാത്രമല്ല ഇതിൽ കൺവേ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഓരോ മൂവ്മെൻറ്റ്സിലും നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓരോ വരിക്കും എന്ത് എക്സ്പ്രഷൻ വേണമെന്ന് നമ്മൾ ഫിക്സ് ചെയ്യുകയൊക്കെ ചെയ്തായിരുന്നു. അതൊക്കെയാണ് അതല്ല. അപ്പോൾ ഒരു പ്രീ റിഹേഴ്സൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനത്തെ ഇപ്പം അതിനോട് ഒരു സമയവും സൗകര്യവും കിട്ടുന്നുണ്ട്. നേരത്തെ വെച്ചാൽ നമ്മൾ നേരെ സെറ്റിൽ പോയിട്ടാണല്ലോ, ലൊക്കേഷനിലാണല്ലോ അത് ചെയ്യുന്നത്. ഇപ്പം അങ്ങനെ ഒരു സന്ദർഭം കിട്ടുന്നുണ്ട്, അത് കുറച്ച് നല്ലതാണ്. അപ്പോൾ നമുക്കൊന്ന് ഇവരൊക്കെ ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ച്, മിക്കപ്പോഴും ഈ നോൺ ഡാൻസേഴ്സിനെ കിട്ടും. ചില ആർട്ടിസ്റ്റ് അത്ര പെർഫോമൻസ് ആയിരിക്കില്ല, അത് ചെയ്യും. അപ്പോൾ അതിന് അവരൊന്നൊരു കോൺഫിഡൻസ് ഒക്കെ കൊടുത്ത് ഡാൻസൊക്കെ പഠിപ്പിച്ച് കഴിയുമ്പോൾ പിന്നെ അവരെ തകർക്കും. പിന്നെ നമ്മൾ അവരെ കൂടെ നിന്ന് കൊടുത്താൽ മതി, അവരൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ. ലൊക്കേഷനിൽ ചിലപ്പോൾ അത് പറ്റുന്നതല്ല, പെട്ടെന്ന് അവർ വന്നു കഴിയുമ്പോഴേക്കും ചില സമയത്ത് പറ്റും, ചില സമയത്ത് SOS ആയിരിക്കുന്നത്. അപ്പം 7-ാം തീയതി നമ്മൾ തകർക്കണം. എല്ലാ ആർട്ടിസ്റ്റും നമ്മൾ കൂടി ഉണ്ടല്ലോ, അതെല്ലാവരും കിട്ടണല്ലേ. ഇതിന് മുന്നേ ഞാൻ ചെയ്തത് ഇതിന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തന്നെ 2013 അതെ, അതാണ് അത് ചെയ്തത്. അതിൻ്റെ ഡിജിറ്റൽ സാറ്റലൈറ്റ് റേറ്റ് നമ്മളായിരുന്നു അന്ന് കൊടുത്തത്. അടിപൊളി. ഈ തവണയും നമ്മൾ തന്നെ. അപ്പോൾ അന്ന് കൊടുത്ത സെയിം തന്നെ അതിലും ഇരട്ടി നമ്മൾ ഈ പ്രാവശ്യം കൊടുക്കും. അടിപൊളി ഡാൻസേഴ്സൊക്കെ അടിപൊളിയാണ്. എല്ലാവരും ട്രെയിൻഡ് ആയിട്ടുള്ള ഡാൻസേഴ്സാണ്, ഡാൻസ് ഡിപ്ലോമ ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അവർ എല്ലാ സ്റ്റൈൽ ഓഫ് ഡാൻസിങ്ങും ചെയ്യും. അതാണ് ഡാൻസേഴ്സിൻ്റെ ഒരു ഗുണം അല്ലേ? യെസ്. അപ്പോൾ എല്ലാ ടൈമിലും അവരുണ്ട് നമ്മുടെ കൂടെ ഉണ്ടല്ലേ? കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് 7-ാം തീയതി അടിച്ച് പൊളിക്കാം. ഓക്കെ. ഓക്സിജനിൽ വമ്പിച്ച വിലക്കുറവുമായി കേരളം കൂളാകും AC ഡിസ്കൗണ്ട് സെയിൽ. Oxygen, the cooling expert.